ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് ക്രിസ്റ്റൽ ഷൈൻസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനില്ല, ഒരു വൈകുന്നേരം ഈവനിങ് വരെയുള്ള ഒരു ചെറിയൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണിത്. സോ അതേ നമ്മൾ രാവിലെ തന്നെ എണീച്ചു, ഫ്രഷായി. നമ്മളൊരു 9 o'clock ആകുമ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ ഒരു ബോട്ടിൽ ഫുള്ളും 1 ലിറ്ററാണ്. അപ്പം ഒരു ബോട്ടിൽ ഫുള്ളും വെള്ളം നിറച്ചിട്ട് കുറച്ച് നേരം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇരിക്കും. ഇങ്ങനെ ഫുള്ള് ഒരു ഗ്രീനറിയാണ് പുറത്തു നിന്നൊക്കെ നോക്കുമ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതേ നമ്മൾ അവിടുന്ന് കുറച്ചൊരു ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. ഈ അടുത്തായിട്ട് നമ്മൾ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം രാവിലെ നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൻ കേക്ക്സ് ആണ്. അപ്പോൾ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അതിനായിട്ട് വേണ്ടിയത് ഒരു ബനാന എടുക്കുക. അതിനുശേഷം അതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്മാഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടിയത് 2 എഗ്ഗാണ്. ആ എഗ്ഗ് അതിലേക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രാവിലേക്ക് നല്ല ഒരു ബനാന ഒക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഇതൊരു സ്മോൾ റെസിപ്പിയാണ്. നമുക്ക് ഡേ ഇൻ മൈ ലൈഫിലൊക്കെ നിങ്ങളിപ്പം ഡയറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു പാൻ കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ കുറച്ച് ടേസ്റ്റി ആണ്, അതുപോലെ തന്നെ നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് ആയാലും ഡിന്നറായിട്ടും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പം എപ്പോഴും കഴിക്കാമല്ലോ. ഒരു ഡയറ്റൊക്കെ ആവുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡിന്നറായാലും ഈവനിങ് ആയാലും എന്തായാലും നിങ്ങൾക്ക് പാൻ കേക്ക് ട്രൈ ചെയ്യാം. അത് നല്ല ഹെൽത്തി പാൻ കേക്ക്സ് എന്ന് പറയുമ്പം ഈ ബനാന അങ്ങനത്തെ, ഇതിപ്പോൾ ഒരു ബനാന പാൻ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിനായിട്ട് നമ്മളിപ്പം നല്ല രീതിക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബനാന നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്മാഷ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് 2 എഗ്ഗ് ഇട്ടു. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നല്ല രീതി ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ കുറച്ച് ഫ്ലോറാണ് ആഡ് ചെയ്യേണ്ടത്. ഫ്ലോറ് കുറച്ച് ആഡ് ചെയ്താൽ മതി, കുറേ ഒന്നും ആഡ് ചെയ്യേണ്ട, കുറച്ച്. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ മെല്ലെ മിക്സ് ചെയ്തുകൊണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓക്കെ ആവും. എന്നിട്ട് നമ്മൾ 1 കപ്പ് ഫ്ലോറാണ് ഒഴിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കിപ്പം വോയിസ് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്ന രീതിക്കാണ് ഞാൻ പറയുന്നത്. ഐ തിങ്ക് ഞാൻ മനസ്സിലാവുന്ന രീതിക്കാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ റെസിപ്പി കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ കുറച്ച് ഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ട് ആദ്യം കുറച്ചിടുക, എന്നിട്ട് പിന്നെ മിക്സ് ചെയ്യുക, എന്നിട്ട് പിന്നെയും കുറച്ചിടുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബനാനയ്ക്ക് എന്നൊക്കെ പറയുമ്പം കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 ടീസ്പൂൺ ആഡ് ചെയ്തത്. ഷുഗറൊന്നുമില്ല, നമ്മൾ നോ ഷുഗർ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പാൻ കേക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ മിൽക്ക് ഇട്ടിട്ട് കുറച്ചും കൂടി ഇത് ആ 1 കപ്പ് തന്നെയാണ്, അത് നമ്മൾ പകുതിയായിട്ട് ഇടാമെന്നാണ്. അങ്ങനെ കുറച്ചും കൂടി മിൽക്ക് ഇട്ടിട്ട് കുറച്ചും കൂടി ഇതാക്കുക. അപ്പോൾ ഒരു അത്ര തിക്കല്ലെങ്കിൽ എന്നാലും കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പാനിലേക്ക് വെക്കാം. അപ്പം എന്നിട്ട് ലാസ്റ്റായിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാൻ ആക്കാം. അങ്ങനെ നമ്മൾ പാൻ എടുത്തു, അത് പാൻ ഓൺ ആക്കുക. ഫസ്റ്റ് തന്നെ സ്ലിമ്മിലൊന്നും ഇടാൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ഗീയാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഓയിൽ എടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓയിലാണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കും. അത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു ചെറിയൊരു അബദ്ധമാണത്. അതുകൊണ്ട് ഓയിൽ ആഡ് ഒഴിക്കരുത്, കുറച്ച് ഗീ ഒഴിക്കണം. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് പിന്നെ എടുക്കാണ്ട് നിന്നത്. അപ്പോൾ നമ്മളിത് കുറച്ച് ഗീ ആഡ് ചെയ്യുക. ഫസ്റ്റ് തന്നെ പാനിൽ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കി കൊടുക്കുക ഗ്യാസ്. എന്നിട്ട് നമുക്ക് ആ ബാറ്റർ ഓരോരോ ഇതായിട്ട് നമ്മളിപ്പം പാൻ കേക്ക് ഒരു 5-6 ആ ഒരു ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മൾ.
അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ pour ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അപ്പം ഒന്നും കൂടി നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് കുറേ നേരമായി ഞാൻ മിക്സ് ചെയ്യുന്നത്, എന്താണെന്നൊന്നും അറിയില്ല, കുറേ നേരമായി മിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത ബാറ്റർ നമുക്ക് അതിലേക്ക് കുറച്ചായിട്ട്, ആദ്യം കുറച്ചിടുമ്പോഴത്തേക്കും നമ്മൾ സ്മോൾ പാൻ കേക്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മിനി ആയതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരു 6-5 ആ ഒരു ഇതിലാണ് 6 ഉണ്ടാക്കിയിട്ടുണ്ടാകും. 6 പാൻ കേക്ക്സ് ആണ് ഞാൻ ഈ ഒരു ബാറ്റർ വെച്ച് ഉണ്ടാക്കുന്നത്. ഒരു ബനാന ആണെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഈ ബനാന ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിരിക്കും. അങ്ങനെ നമ്മൾ അതിലേക്ക് പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് നമ്മൾ 6 എണ്ണമാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ 6 പാൻ കേക്ക്സാണ് ഉണ്ടാക്കുന്നത്. മിനി ആയതുകൊണ്ട് തന്നെ കുറച്ചായിട്ടാണ് ഇതാക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് സമയമാകുമ്പോഴത്തേക്കും നമുക്കത് മറിച്ചിടാം. അങ്ങനെ നമ്മൾ 6 എണ്ണം, അങ്ങനത്തെ 6 എണ്ണമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പം 6 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നല്ലോണം ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ പ്ലേറ്റിൽ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ 6 പാൻ കേക്ക് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കുറച്ച് കാഷ്യൂനട്ട്, ഹെൽത്തി ആയതുകൊണ്ട് തന്നെ, ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ കുറച്ച് കാഷ്യൂനട്ടും പിന്നെ ഒരു ബിസ്ക്കറ്റ്സ് ഉണ്ട്, കുക്കീസാണ്. ആ ഒരു കുക്കീസ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മൾ ഒരു റൂം മേക്ക് ഓവർ ഒരു യൂട്യൂബിൽ ഒരു റൂം മേക്ക് ഓവർ വെച്ചിട്ടാണ് നമ്മളിപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൈഡിൽ നമ്മൾ ആ ഒരു വാട്ടറും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവറും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനെ മിന്നി കളിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഴ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഇങ്ങനെ മിന്നി കളിക്കുന്നതാണ്. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ഇപ്പം നിങ്ങൾ ഇത്രയും നേരം ലൈറ്റ് ഓഫായിട്ടായിരുന്നു. ഇപ്പം കറണ്ട് വന്നപ്പം ലൈറ്റ് ഓൺ ആയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മിന്നി കളിക്കുന്നത്. അങ്ങനെ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു 1 ലിറ്റർ 3 ലിറ്റർ അതിൻ്റെയൊക്കെ ബോട്ടിൽ നിങ്ങൾക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതാണ്. നമ്മളിപ്പോൾ തീരെ വെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു. ഈ ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ വെള്ളം കുടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് 1 ലിറ്റർ ഇന്ന് രാവിലെ നമുക്കൊരു ലിറ്റർ കുടിച്ച് തീർക്കണം, അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ കുറേ ഇതാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇത് വാങ്ങിച്ചതിന് ശേഷം നല്ല രീതിക്ക് തന്നെ നമ്മൾ വെള്ളം കുടിക്കാറൊക്കെ ഉണ്ട്. ജസ്റ്റ് രാവിലെ കുടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ 1 ലിറ്റർ വെള്ളം കുടിക്കുന്നത്. നല്ലൊരു സംഭവം തന്നെയാണ് ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളിത് കുറച്ച് നേരം നമ്മൾ ഒരു 1 hour ഒരു 30 minutes ഒക്കെ നമ്മളിത് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഇത് കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ മുകളിൽ ഡെസ്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ മുകളിൽ പോയിട്ട് കുറച്ച് നേരം ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചു. അങ്ങനെയൊന്നുമില്ല, നമ്മളിങ്ങനെ ഇന്നത്തെ പ്ലാന് ഇനിയിപ്പം എന്തൊക്കെ ചെയ്യണം, വർക്കൗട്ട് നാളത്തത്, അതൊക്കെ ആയിട്ട് ഉള്ളൊരു ചെറിയൊരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചു. അപ്പം ഇനി നമ്മളുടെ ഡെസ്ക് മേക്ക് ഓവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിനൊക്കെയുള്ള സെറ്റിംഗ് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പം ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും ഇൻഷാല്ലാ നമ്മൾ അത് ആക്കും. ഇനി നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലിയർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഒരു നല്ലൊരു മൂഡിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലിയർട്ടൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ ഒരു ക്ലേ നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ്. ഇതൊരു ഡോസോൺ ക്ലേ ആണ്. അപ്പം ഈ ഒരു ക്ലേ വെച്ചിട്ട് നമ്മൾ നല്ലൊരു എന്താണെന്ന് ഫസ്റ്റ് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു രീതിക്കായിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇന്നലെ വെറുതെ ബോറടിച്ചിരുന്നപ്പം ഒരു ഫ്ലവർ നമ്മളൊരു കട്ട് ചെയ്തിട്ട് ഒരു പേപ്പറിൽ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അപ്പോഴാണ് അത് വെച്ചിട്ട് എനിക്കൊരു ഐഡിയ ചെയ്യാൻ തോന്നിയത്. ഒരു സംഭവം ചെറിയൊരു കാര്യമാണിത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു പേജില്ലേ, ആ ഒരു പേപ്പർ ഫ്ലവർ ചെയ്തിട്ടുള്ള അത് നമ്മൾ ക്ലേൻ്റെ മുകളിൽ വെച്ചു. ക്ലേ ആദ്യം നല്ല രീതിക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊരു ബ്ലേഡ് പേപ്പർ കട്ടർ വെച്ചിട്ട് നമ്മളതൊന്ന് കറക്റ്റായിട്ട് ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്മോൾ ഓർഗനൈസർ ഉണ്ടാക്കാനാണ്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ക്ലേ വെച്ചിട്ടൊരു സ്മോൾ ഓർഗനൈസറായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതുപോലെയുള്ളൊരു കുഞ്ഞൊരു ഡെക്കോർ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. എന്താണെന്ന് ഫസ്റ്റ് ഒരു പ്ലാനും ഇല്ലാണ്ട് തുടങ്ങി. എന്നിട്ട് വിചാരിച്ചു, ഈ ഒരു ഷേപ്പ് കിട്ടിയപ്പോൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം. പിന്നെ വിചാരിച്ചു എന്നാൽ ഓർഗനൈസർ നടക്കില്ല, വേറെ എന്ത് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ് സംഭവം. ഞാൻ തന്നെ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയാണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കുക. സോ ഗായ്സ്, പിന്നെ ഫുള്ള് ക്ലേ ആർട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ഹെർബറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.